നിന്നെ പ്രസവിച്ച മറിയാം, നിന്റെ മാമോദീസയ്ക്ക് യോഹന്നാൻ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
പൗലോസ്ലീഹ പൊതുവിനിയോഗ ലേഖനത്തിലുണ്ട്. ഹബീബായി ബാറിക്മോർ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്മ. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതിയുള്ളവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്നതിനെ കൊണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒഴിക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജലത്തിന്റെ അടിക്കെ കളയുന്നതായിട്ടല്ല, ദൈവത്തോടെ നല്ല മനസ്സാക്ഷിക്കാനുള്ള അപേക്ഷയായിട്ടത്രേ. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ നമ്മെ രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവനെ കീഴ്പ്പെട്ട് ഭരിക്കുന്നു. ഹബീബായി ബാറിക്മോർ. യുദ്ധത്തിൽ വീരന്മാരെ തീർന്നു. അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ എഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർക്ക് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണമായിക്കൊള്ളാതെ ഭേദ്യം പരിഹാസം ചമ്മട്ടി ചമ്മയുടെ തലവ് പിഴയാതെ പരീക്ഷ അനുഭവിച്ചു. കല്ലേറിയേറ്റു, ഈർച്ചവാള അർക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, അടയങ്ങളുടെയും കോലാകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ട് ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ വിളക്കുകളിൽ വിഴുന്നു വരഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
യേശുവിന്റെ ആരോഹണ നാളുകൾ തികയാറായപ്പോൾ യെരൂശലേമിലേക്ക് പോകുവാൻ നിഷ്കർഷിച്ചു. അവൻ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവരുടെ സ്ഥലമൊരുക്കുവാൻ സമരയുടെ ഗ്രാമത്തിൽ പ്രവേശിച്ചു. യെരൂശലേമിൽ പോവുകയായിരുന്നതിനാൽ അവനെ അവർ സ്വീകരിച്ചില്ല. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും അവനോട്, കർത്താവേ, ഏലിയാ ചെയ്തതുപോലെ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് നിനക്കിഷ്ടമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട്, നിങ്ങൾ ഏത് ആത്മാവിലാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ ആത്മാക്കളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു. അനന്തരം അവർ വഴിയെ പോകുമ്പോൾ ഒരുവൻ അവനോട്, എന്റെ കർത്താവേ, നീ പോകുന്നിടത്തേക്ക് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെയോ എന്ന് ചോദിച്ചു. യേശു അവനോട് പറഞ്ഞു, കുറുനരികൾക്ക് ഗുഹകളും ആകാശത്തിലെ പക്ഷിക്ക് കൂടുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്പാൻ പോലും സ്ഥലമില്ല. പിന്നെ അവൻ മറ്റൊരുവനോട്, നീ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ യേശുവിനോട്, എന്റെ കർത്താവേ, ആദ്യമേ പോയി എന്റെ പിതാവിനെ കബറടക്കുവാൻ അനുവാദം തരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, മരിച്ചവരെ കബറടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. വേറൊരുവൻ യേശുവിനോട്, എന്റെ കർത്താവേ, ഞാൻ നിന്റെ പിന്നാലെ വരാം, എന്നാൽ ആദ്യമേ പോയി വീട്ടുകാരോട് യാത്ര പറഞ്ഞിട്ട് വരുവാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയിന്മേൽ കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. സർവദിനങ്ങളിലും ശ്രേഷ്ഠ കർത്താവിൽ നിന്ന് കരുണയും ദയവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവവും ചെയ്യും ഒരു നാളും മാഞ്ഞു പോകാത്തതെല്ലാം ഉന്നതിയും വിദ്യോടെ വിടാതെ അർപ്പിപ്പാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തിയ ഉന്നതനും ഉത്കൃഷ്ടനും തന്റെ വിലയേറിയ രക്തത്താൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച ഉത്തരപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനുമായ കർത്താവേ, നിനക്ക് സ്തുതി. നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് സകല നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങളും യാചിക്കണം. വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചറിയിക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ,
വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനെ ദയതോടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. നിന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചു പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകലമാകിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരിമഞ്ഞ തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ സിംഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, കോപമണികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടേതായുള്ളവേ, നിനക്ക് സ്തുതി. ഭൂമിയിലെ നിത്യഭൂമിയായ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ പ്രതിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോപന്മാരുടെയും നിനക്ക് ഗാഥീസ് പാടുന്നവരായ ശ്രോപ്പന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർത്തുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പിതാമയമായ ഈ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വിമോചനവും ഞാൻ യാചിക്കുന്നു. നിന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീമന്താരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകണമേ. കടക്കാരുടെ കടച്ചീട്ടിലേക്ക് കളയണമേ. പാപികളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായിച്ചു കളയണം. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്നാൽ തിരുമുമ്പാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ട് ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ.
സർവശക്തിയായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകോപനം സകലത്തെയും ജീവിക്കുന്ന കർത്താവും സത്യാ